ഹേ ഗായ്സ്, അപ്പം നമ്മുടെ ഒരു പുതിയ വൈബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പം നമ്മള് ആദ്യത്തെ നമ്മുടെ എന്താ പറയാ ഇപ്പൊ സമയം എത്രയായി? 5 മണി ഉണ്ടായി. 5 കഴിഞ്ഞ്. അതെ, ഇപ്പൊ അതുകൊണ്ടായിരിക്കും കേട്ട ഒരു ഇത്. അപ്പൊ എന്തായാലും നമ്മുടെ ആദ്യത്തെ മെറ്റേണിറ്റി ഷൂട്ടർ ഞാൻ പഠിച്ചു. എനിക്ക് അറിയത്തില്ല, ഞാൻ പഠിച്ചപ്പോ ഗേൾസ് പ്രോഡക്ട്സ് ഗസ്റ്റിലൊക്കെ കൊച്ചുവരെന്ന് വിജയിച്ചത്. ഇപ്പൊ കൊച്ചുവരായി എല്ലാം അറിയാവുന്ന എല്ലാവർക്കും ഡൗട്ട് ചെയ്തു. എനിക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞില്ല, ഷേപ്പ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് നേരെ മൂന്നാർക്ക് വേണ്ടി പോവാൻ വേണ്ടി പോവാണ്. മൃദുല ഫസ്റ്റ് ടൈം അല്ലേ മൂന്നാർ വരുന്നത്? ഇല്ല, മൂന്നാർ പോയിട്ടില്ല. അവള് ഇത് മറ്റേ പൊട്ടക്കെട്ടിലെ തവള ഇതെങ്കിലും പോയിട്ടില്ല. ഇല്ല അത് മൂന്നാർ കൂട്ടണ്ട. മൂന്നാറല്ല, അത് നമ്മളിവിടെ വാഗമണ്ണ് സൈഡിലാണ് നമ്മൾ പോയത്. പോകുന്നതിൽ 2 ഉദ്ദേശമുണ്ട്. ഒന്നത്തെ കാര്യം, മൃദുല മൂന്നാർ കണ്ടിട്ടില്ല. അപ്പം മൂന്നാർ മൃദുലെ കൊണ്ട് കാണിക്കണം. അത് മാത്രമല്ല, നമ്മളെ മെറ്റേണിറ്റി ഷൂട്ട് നമ്മൾ മൂന്നാർ വെച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. അന്ന് ഡ്രസ്സ് ഇല്ലാതെ നമ്മൾ സങ്കടം നിങ്ങളത് പറഞ്ഞ ഓർമ്മയുണ്ടോ? അന്ന് മൂജി പോയായിരുന്നു ഞങ്ങള്. അന്ന് ചെറുതായിട്ട് മൂജി പോയായിരുന്നു. അപ്പൊ എന്തായാലും അതിന് പകരം ഇന്ന് 2 ഡ്രസ്സാണ് സുഹൃത്തുക്കളെ സെറ്റ് ആയിരിക്കുന്നത്. അപ്പൊ ഇത് 2 ഡ്രസ്സാണ് മൃദുലേക്ക് സെറ്റ് ആയിരിക്കുന്നത്. ഒരെണ്ണം കൊട്ടാരക്കര ഡിപ്പോയിൽ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരെണ്ണം നമ്മൾ ഇന്നലെ പോയി വാങ്ങിച്ചെന്തായാലും. മൂന്നാർ ഇങ്ങനെ കാണാത്ത ആരും ഇല്ലായിരിക്കും. പക്ഷെ എവള് കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ പറയല്ലേ, കുറച്ച് ആൾക്കാർക്ക് ഉണ്ട് അങ്ങനെ ഉണ്ട്. എനിക്ക് തോന്നുന്നു മൂന്നാർ പോകാത്ത ആൾക്കാരുണ്ടോ? അല്ല, എനിക്ക് വിഷമാവുന്നുണ്ടോ അവനോട്ട്? അല്ല ഗൈസ്, മൃദുലയ്ക്ക് ഒരു കൂട്ട് മൂന്നാർ പോകാത്ത ആൾക്കാരെ താഴ്ക്കാൻ വേണ്ടിയാണ്. അപ്പൊ 2 ദിവസം നമ്മളത് അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഒരു ദിവസം ഷൂട്ടും ഒരു ദിവസം ഫുള്ള് നമുക്ക് മൂന്നാർ കറക്കും. അതാണ് നമ്മുടെ പ്ലാൻ. അപ്പം താഴെ അമ്മയും എല്ലാവരും ഉറക്കമാണ്. നമ്മളത് ബാഗ് പാക്ക് ചെയ്തിട്ട് നമ്മളത് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പം അടിപൊളി ഒരു വീഡിയോ ആയിരിക്കും. അപ്പം എല്ലാവരും വാ, നമുക്ക് ഒന്നിച്ച് പോവാം മൂന്നാർക്ക്. ഇനി വരാത്തവർക്കും വാ. ഇതെന്തുവാ ഇനി മൂന്നാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോടയും തണുപ്പൊക്കെ. അവിടെ ഈ സൺക്രീമിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇത് ഇങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നീ ഇപ്പൊ പറഞ്ഞത് ഇടാ. ഇനി കേട്ടാ, പോവാ ഗൈസ്, ഇറങ്ങാൻ പോവാട്ടോ. കാറിന്റെ ബാക്കിയുടെ അവക്ക് കിടക്കാൻ വേണ്ടിട്ട്. കംഫർട്ട് ഇല്ലെങ്കിൽ കംഫർട്ട് നടുവേനെ അവക്ക്. അവക്ക് ഭയങ്കര നടുവേനെ. അത് അമ്മയൊക്കെ നല്ല ഉറക്കമാണ്. വിളിച്ചു ഉണർത്താം, പറഞ്ഞിട്ട് പോവാ ഗൈസ്. അമ്മ പൈസ ഒന്നും ഇല്ല, പോ. നീ എവിടെ പോവാ ഇതൊക്കെ കെട്ടിപ്പറക്കിട്ട്? അമ്മ നമ്മള് മൂന്നാർ വരെ പോവാട്ടാ. അങ്ങനെ പറഞ്ഞായിരുന്നു ഗൈസ്. പറഞ്ഞേക്കാം, അമ്മ മൂന്നാർ വരെ പോവാട്ടാ. മേഡം അമ്മ സ്റ്റൈലില് വരണേ. വീഡിയോ റെക്കോർഡാ. സ്റ്റൈല് കൂടി. ഇറങ്ങി വരൂ. നമ്മൾ ഇറങ്ങുവാ. ഒരുങ്ങി. പിന്നെ നമ്മള് കൃത്യനിഷ്ഠതയുള്ള അവള് ഇറങ്ങി വരുന്നു. 5 മണി. നമ്മള് നേരത്തെ നമ്മൾ എവിടെയെങ്കിലും പോകുന്നു. പ്രവീണിന്റെ നിക്കറ് ഇങ്ങനെ ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോ ഇതുപോലെ നിക്കറൊക്കെ ഇടുക. നല്ല സുഖമാ. ഈ വയ്യാത്ത ഇവനെയും കൊണ്ടുപോകണല്ലേ പോവാ. ഇനി മൃദുലയുടെ മെയിൻ സാധനം അങ്ങോട്ട്. എന്തോ ചന്ദ്ര, ഇവരെ മൂന്നാറിന്നല്ല വീട്ടിന് വെളിയിൽ പോലെ ഇങ്ങനെ കിടന്നാ മതി. ഇങ്ങനെ വിശാലമായ ഷോറൂം. ഇതിപ്പോ ഇവിടെ നിക്കുന്ന ഇതിപ്പോ ചന്ദ്രൻ ഏതാ നീ ഏതാന്ന് അറിയാൻ വയ്യല്ലേ? ഒരു തേജസ് ഓജസ്. ഞാൻ കുളിച്ചതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കുളിച്ചില്ലല്ലോ. രാവിലെ എണീറ്റ് കുളിക്കാൻ പോകും. എന്ത് വേണോ ഇനി? ഇപ്പൊ എന്തോ സംഭവം? കേറ്. സൗണ്ട് കിട്ടത്തില്ല, ഞാൻ സൗണ്ട് ഡബ് ചെയ്യാം. വണ്ടി കയറാ. ഇത് അവൻ കളറൊക്കെ മാറ്റി കളിക്കുക. ഗോ. കറക്റ്റ്. രാവിലെ വിശന്ന് കേട്ടോ. രാവിലെ എണീറ്റ് വന്നിട്ട് വിശന്ന്. ഇഡലി സാമ്പാർ, ചൂട് വടൈ, ചട്നി, അടിപൊളി. നമ്മൾ മസാല ദോശ പറഞ്ഞു കേട്ടോ. രാവിലെ നല്ല മസാല ദോശ. എന്റെ നോർമൽ തുള.
കൊള്ളാം പോടാ, മസാല ദോശ കൊള്ളാം. കൊള്ളാം, പക്ഷെ തുള വലുതാ ഇതിന്റെ. മഴവില്ല് സൂപ്പർ റൗണ്ട് കിട്ടില്ല കേട്ടാ. എന്താ നിനക്ക് എണീക്കണം, കടന്ന് ഉറങ്ങരുത്. അങ്ങോട്ട് രാവിലെ എണീക്കണം. പച്ച, മഞ്ഞ, ചുവപ്പ്, നീല, പക്ഷെ അതിനകത്ത് അത്ര കളർ ഇല്ലായിരുന്നല്ലേ? 7 ഷെയ്ഡ്. ഓ ഷെയ്ഡാടാ, 2 ഷെയ്ഡ്. ഇതിന്റെ മൂടൽ മഞ്ഞ പറഞ്ഞ കണ്ടില്ല. എടാ അവിടുന്ന് ലെഫ്റ്റ് ഡിപ്പോയിലോട്ട് പോട്ട്. ഒരു ഡ്രസ് ഡിപ്പോ ഇരിക്കുവോ? കൊട്ടാരക്കര ഇതുവരെ കൊട്ടാരക്കര എത്തിയതേ ഉള്ളൂ. എവിടേക്കോ ദൂരെ എത്തിയടക്ക ഒരു ഫീല്. അപ്പൊ നേരമൊക്കെ വെളുത്ത് പരപുര വെളുത്തു. അതെ, അപ്പൊ നമ്മളിപ്പോ ഇവിടെ എത്തി, എങ്കയോ എത്തി ഗൈസ്. മൃദുല ബാക്കിൽ നല്ല ഉറക്കമായി. ഉറക്കമല്ല, കിടക്കുക. കംഫർട്ടൊന്നും ഉണ്ടോ? പ്രഗ്നൻസി മെത്തയൊക്കെ എടുത്തിട്ട് നമ്മള് വിരിച്ച് അതിന്റെ മണ്ടേ നല്ല വിശാലമായി കിടക്കുകയാണ് സുഹൃത്തുക്കളെ. മനസ്സിലാടാ, നിന്റെ കണക്ക് തന്നെ അത്. മറ്റേ ഇതാന്ന് തോന്നുന്നു, മറ്റേ ആടുണ്ടല്ലേ ജമുനാപാരി, ചെവിയില് തൂങ്ങിടമുണ്ട്. നമ്മള് ഈ റൂട്ട് നല്ല നമ്മള് പത്തനംതിട്ട വഴി മൂന്നാർ പോകുന്ന റൂട്ട് നല്ല റോഡാ. കുറച്ചൊക്കെ അല്ല, നല്ല കട്ട് റോഡൊക്കെ മെയിൻ റോഡ് കയറിയത് സ്ട്രൈറ്റാ. ഇവിടെ നമുക്ക് ഇവിടെ പൈനാപ്പിൾ കിട്ടുന്ന സൈഡ് നോക്കണേ. പൈനാപ്പിൾ ഓഫർ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോയിരുന്നു. താറൊക്കെ എടുക്കണം, അങ്ങോട്ട് പോയിരുന്നു. നമ്മള് എടുക്കും കഴിച്ചു. വേറൊരു ലെവൽ വ്യൂ നിങ്ങൾ കാണിച്ചു തന്നേനെ. ഇപ്പൊ താറുണ്ടായിരുന്നു, അവിടെ പോവായിരുന്നു. അവിടെ പോയെന്ന് റൗണ്ട് ഇപ്പൊ ഇനി 64 കിലോമീറ്ററും കൂടി സുഹൃത്തുക്കളെ. മൃദുല ഇപ്പൊ 64 ഉള്ളു. ഇനി പക്ഷെ 2 മണിക്കൂറോട്ടാ കാണിക്കുന്നത്. മൃദുല അപ്പം എത്തോടിപ്പോ എന്തായാലും വേണോ? ഇനി എന്തായാലും ഈ കാട്ടില് പോച്ചയൊക്കെ ഉണ്ട്, അതേ ഉള്ളു. അല്ല എന്തെങ്കിലും എന്തൊക്കെ പാനീയങ്ങളോ? ആട്ടും പാലുണ്ട്, ആട് നിന്ന് കറന്നെടുക്കായിരുന്നു പാല്. നീ കറക്കോ? നീ എനിക്കറിയാം. ഈ മൃദുല കറക്കുന്ന ഇങ്ങനെ ആദ്യം വെള്ളം എടുക്കണം. അതിന് എത്ര ഇതുണ്ട്, എത്ര വലിക്കുന്ന സാധനം എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്, ചിലപ്പോൾ 5 എണ്ണം ഉണ്ട്. അല്ല 4 എണ്ണം ഉണ്ട്. 4 എണ്ണമുള്ള ആടുണ്ട്. എന്റെ വീട്ടിലെ ആടിന് 4 എണ്ണം ഉണ്ടായിരുന്നു. 3-4 എവിടൊക്കെ ടോപ്പിക്കുകൾ പോകുന്നു. പശുവിനാന്ന് തോന്നുന്നു 4 എണ്ണം. പശുവിന് 4 എണ്ണം അല്ലേ? നമ്മളെ വീട്ടിൽ ആട്ടുകൃഷി ഉണ്ടായിരുന്നു. ആട്ടുകൃഷി? സോറി, എന്തൊരു നെല്ല. ആട് വ്യവസായം. ക്ഷീര കർഷക. എങ്ങോട്ട് നമ്മളെ മൂന്നാറ് അടിമാലി താണ്ടേ, അടിമാലി കോതമംഗലം. ഇതാണ് അടിമാലി കോതമംഗലം തോട്ടം കണ്ട, പൈനാപ്പിൾ തോട്ടം. വ്യൂ നോക്കടാ, ക്യാമറ കൂടെ നോക്കുന്നത് അടിപൊളിയല്ലേ, സൂപ്പർ അല്ലേ? നിങ്ങൾ ക്യാമറ കാണുന്ന ഒരു ബ്യൂട്ടി നേരിട്ടാണ് ഇല്ലാട്ടാ. അതില്ല, നിങ്ങളാണ് ശരിക്കും എൻജോയ് ചെയ്യുന്നത് ട്രാവല്, നമ്മളല്ല. നിങ്ങളാ എൻജോയ് ചെയ്യുന്ന. ക്യാമറ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. റംബൂട്ടാനുണ്ട് ഗൈസ്. അയ്യോ എല്ലാരും നോക്കിക്കൊണ്ടിരിക്കുന്നത് എവിടെ കയറോടാ? അയ്യോ എല്ലാരും നമ്മള് ഇതെന്തോ പ്രത്യേകത? ഇന്നലത്തെ ഇത് ഇന്നത്തെ കൊതി ഇടി കൊള്ളാന്ന് അവന് കൂടെ പൊട്ടിച്ച് ഇളകിതാ ഇളങ്ങടി. നല്ല മധുരം. വരിക്ക ഊഴയാണ്. ഊഴ ഊഴ ഊഴേ ഇതെന്താ ഇത്? നിനക്കല്ലേ നീല് തിന്നത് റംബൂട്ടാൻ? അല്ല ഇതിൽ തന്നെ വരിക്കയും കൂഴയും അങ്ങനെ എന്തൊക്കെയുണ്ട് ഗൈസ്. നല്ല മധുരം. കുച്ചോ മധുരം ഉണ്ടോ നോക്ക്. മൂന്നാർ സ്പെഷ്യൽ കരിക്ക. തണുപ്പുണ്ടോ? അത് മൂന്നാർ സ്പെഷ്യലാ. കരിക്കല്ലി. നിങ്ങളൊക്കെ പൊട്ടന്മാരാ. ഇത് തമിഴ്നാട് കരിക്ക. മൂന്നാർ കരിക്കെന്ന് പറഞ്ഞപ്പോഴും കൂളുണ്ടെന്ന്, ഒരു തണുപ്പൊക്കെ ഉണ്ടെന്ന്. ഫ്ലാഷ് ബാക്ക്. ഇനി മൂന്നാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോടയും തണുപ്പൊക്കെ. അവിടെ ഈ സൺക്രീമിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ.
മെയിൻ പാലം. ഈ പാലത്തിന്റെ പേര് ഞാൻ മറന്നുപോയടേ. ഈ പാലത്തിന്റെ പേരുണ്ട് ഗൈസ്. വെൽക്കം ടു ഇടുക്കി മൂന്നാർ. ബോർഡൊക്കെ കണ്ടു. അപ്പം ഇനി പോകുമ്പോഴും മറ്റേ വെള്ളച്ചാട്ടം ഉണ്ടല്ലേ, ആരും ഇറങ്ങാത്ത വെള്ളച്ചാട്ടം. ആരും ഇറങ്ങാത്ത ആരും കാണാത്ത വെള്ളച്ചാട്ടം നമ്മളെ മൂന്നാറിലുള്ള. വണ്ടി ഫുള്ളടേ പാർക്കിയ സ്ഥലമില്ലേ ഗൈസ്. നമ്മളിപ്പോ എവിടെയാണുള്ളത്? എവിടാ വഴി ഏതോ മലയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങി മണ്ടേ പോയി. ഈ ഗൂഗിൾ മാപ്പിനെ നമ്പല്ല കേട്ടോ, സത്യം. മണ്ടേ പോയിട്ട് പറയാ ടേൺ റൈറ്റ്, എവിടെ കുഴിയിലോട്ടാ. നമ്മള് നല്ല ഹൈറ്റ് കയറി പോയാ ഇപ്പൊ മൂന്നാർ മൊത്തം കാണാം. ഇതിന്ന് വ്യൂ ഉണ്ടായിരുന്നു മണ്ടയില്. അവിടെ നിന്ന് ഇറങ്ങി വളവൊക്കെ കണ്ട. എന്റെ മോനെ, ഈ തേരിയാണ് കഴിച്ച് നമ്മൾ കേറി വന്നത്. മാപ്പ് വഴി കാണിച്ചതാ. ഈ ഗൂഗിൾ മാപ്പേ ഏതാണോ ഷോർട്ട് വഴി അതങ്ങ് വടി ഉരഞ്ഞ്, ഏതാണോ ഷോർട്ട് വഴി ആ വഴി കാണിക്കും. അത് നല്ല വഴിയാണോ അതോ കാറ് ഒക്കെ പോകുന്ന വഴിയാണോ അതൊന്നും നോക്കത്തില്ല. ഇവിടെ ആണെങ്കിൽ ഓട്ടോയും ബൈക്ക് മാത്രമേ കയറി വരുന്നുള്ളൂ കൈ, വേറെ ഒരു വണ്ടിയും വരുന്നില്ല. അമ്മാതിരി വഴി. കാറ് കയറി വന്നപ്പോ ഓരോരുത്തരും നോക്കുന്നു, അത്ഭുതം. അതെ, ഇതുവഴി കാറൊക്കെ വരുമെന്ന്. വഴിയൊക്കെ തെറ്റിയെങ്കിലും ഫൈനലി നമ്മൾ പിടിച്ചെത്തി. ഇവിടെ കുറിയ കിട്ടുന്ന നട്ടുച്ചയ്ക്ക് കുറിയ കിട്ടുന്നില്ലേ? സ്ലിപ്പാ നോക്കി നടക്ക്, സ്ലിപ്പാ. ഞാൻ കൊച്ചു ഗുഹയിൽ പോവായിരുന്നു അല്ലേ കൊച്ചു? അല്ലാതെ ഇറങ്ങാൻ വയ്യാത്തോണ്ടല്ല. അല്ല, ഓഫ് റോഡ് ഉണ്ട് അവിടെ, അതുകൊണ്ടാണ് നമ്മൾ ഓഫ് റോഡ്. നിന്റെ ഓഫ് റോഡ് ഞാൻ കണ്ട്. നല്ല തെറ്റി കിടക്കുക കേട്ടോ, വെറുതെ പറഞ്ഞു. നല്ല രസമുണ്ട്. ആ ടീഷർട്ടിന്റെ കൂടെ കുറി ഇട്ടപ്പോ ഉണ്ടല്ലേ കണ്ണായിട്ടുണ്ട്. കൊച്ചു നേരെ നടക്ക്. ഇവിടെ ഇല്ലൊരു പക്കി അത് നേച്ചർ ഫ്രണ്ട്ലിയാ. ആണാ? അപ്പൊ ഒന്നിട്ടല്ലേ കേട്ടോ. ഹേ ഗായ്സ്, അപ്പൊ നമ്മളിത് രാവിലെ തന്നെ മൂന്നാറ് റൂം എടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ നമുക്ക് ഇത് റൂം ടൂർ കാണാൻ. ഇവിടെ മറ്റേ സീവീഡിന്റെ നല്ല ശബ്ദം ഉണ്ടല്ലേ. നമ്മൾ കേ ഹൗസിലാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. പക്ഷെ ഓഫ് റോഡ് ചെയ്യണമെന്നുള്ളത് മൃദുലേക്ക് പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഇനി ഇവിടെ എടുത്തത്. ഇവിടെ തുറയടാ, ഞാൻ പറഞ്ഞില്ലേ തുറന്നു പറഞ്ഞോന്ന്. ആ നമസ്കാരം. എടാ റൂം ടൂറാ. അയ്യോ ഗൈസ്, അപ്പൊ കേറി വരുമ്പോ തന്നെ നമ്മൾ കാണുന്നത് എന്താണ്? ബെഡ്റൂം കണ്ടൂടെ? അപ്പൊ അടി നല്ലൊരു സൂപ്പർ ബെഡ് കേട്ടോ, കിടിലൻ ബെഡ്. ആ ഇതിനകത്ത് അടച്ചിടണം കേട്ടോ, അല്ലെങ്കിൽ കുരങ്ങ് കയറുമെന്ന് പറഞ്ഞായിരുന്നു. പൂൾവില്ലയാണ്, പൂൾവില്ല കേട്ടോ. അവിടെ പൂളുണ്ട്, അത് കാണിച്ചു തരാം. 3-4 ചെയറുണ്ട്. അയൽക്കൂട്ടത്തിലെ ആൾക്കാർക്കൊക്കെ വന്നിരുന്ന് നേരം നുണ പറയാം. അതെ. നല്ല അടിപൊളി ടി വി ഉണ്ട്. അവന് കബോർഡ് അവിടെ ഉണ്ട്. വേണ്ട, ഇതൊക്കെ അതിന്റെ അകത്ത് എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വെക്കാം നമുക്ക്. പിന്നെ അതിനകത്ത് ഫോൺ എന്തിയാ? ടെലിഫോൺ എന്തി? അവിടെ കബോർഡുണ്ട്. ഇവിടെ കബോർഡുണ്ട്. നമുക്ക് വിശാലമായ ഷോറൂം ഉണ്ട്. ഇവിടെ ഇഷ്ടംപോലെ സാധനം വെക്കാം. പിന്നെ ഇതുണ്ടോ? മൃദുല, ഇത്രയും പ്രീമിയം ആയിട്ടുള്ള ഒരു ഹോട്ടലിൽ നമ്മൾ താമസിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടൈം അല്ലേ? സൂപ്പർ റൂം കേട്ടോ. ഇനി കുറച്ചു നേരം മഞ്ഞൊക്കെ വരും. അപ്പൊ ഇതിന്ന് വൈബാ. അതെ. നമ്മളെ തുറന്നിട്ടല്ലേ കുരങ്ങൻ വരും. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനത്തെ പ്രീമിയം റൂമിൽ ഒരു വർഷത്തിൽ ഒരു വട്ടം ഇല്ലേ? ഇല്ല സിനിമയിലെ ദിലീപിലെ കൊട്ടാരത്തിൽ പോയി താമസിക്കുന്ന ഒരു ദിവസം, ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസം. തൂവൽ ഒട്ടിച്ചേക്കൊന്നും അല്ല, പെയിന്റ് അല്ല, റഫ് ഫീല്. ചുമ്മാതാണ് തൂവലൊന്നും അല്ല, റഫ് ഫീല്. ബ്രഷ്, പേസ്റ്റ്, സോപ്പ്, വാഷിംഗ് മെഷീൻ, ഷാമ്പു, കണ്ടീഷണർ. ഇതുണ്ട്, ബ്രഷൊക്കെ ഉണ്ട്, സോപ്പുണ്ട്. നല്ല അടിപൊളി ഒരു മിറർ ഉണ്ട്. അപ്പൊ പക്ഷെ ഇവിടെ ഒരു ബാത്റൂം മാത്രമല്ല, ഒരേ സമയം ഇനിയുണ്ട്. ഇനി അടുത്ത ഇനി നമ്മുടെ ഹാള്. ഇതാണ് നമ്മളെ ഹാൾ ഏരിയ. ഇവിടെ നല്ലൊരു സെറ്റി ഉണ്ട്. കിടന്ന് കാണിക്കു വെച്ചു, ഫ്ലെക്സിബിലിറ്റി കാണിക്കൂ, ചാടി കാണിക്കൂട്ട്. നീ അവിടെ കിടന്ന് കാണിക്കൂ. അവിടെ കിടക്കും, അവിടെ കിടക്ക്. തീർന്നില്ല, ഓരോ അത് കാണിക്കാം. നീ അടുത്ത് വേണ്ട, ഇത് തുറക്ക്. ബാൽക്കണി. ഗൈസ് ആണ് ഇവിടെ കണ്ട ബി അവെയർ അനിമൽസ്. കുരങ്ങനുണ്ട്, അതുകൊണ്ട് തുറന്നിട്ട് പോകരുതെന്ന് എഴുതിയിട്ടുണ്ട്. ഫോണും കാര്യങ്ങളൊക്കെ കുരങ്ങ് എടുത്തോണ്ട് പോകും. ലുക്ക് അറ്റ് ദാറ്റ് ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ ബാൽക്കണി എന്ന് പറയുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്ക്, അടിപൊളിയായിട്ട്, ഒരു രക്ഷയില്ല, സൂപ്പർ.
ഇഷ്ടപ്പെട്ടേട്ടാ. അതുകൊണ്ട് ഇവിടെ നമുക്ക് ചെയറുണ്ട്, ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മൃദുല എങ്ങനെയുണ്ട്? ഇത്രയും പ്രതീക്ഷിച്ചോ കുട്ടി? ഞാൻ ഇതൊക്കെ നോക്കും, എന്തൊക്കെ കുറേ ഉണ്ട്. ഞാൻ അടുത്തതാണ് നമ്മുടെ മെയിൻ സാധനം, പൂള്. സിമ്പിള് മോനേതാ ലെവലെന്ന് അറിയാമോ? ഇത് പ്യൂരിഫൈ ചെയ്തോണ്ടിരിക്കുവാണ് കേട്ടോ അവര്. അപ്പൊ അടിപൊളി പൂളുണ്ട് ഗൈസ്. ഇതാ പൂളിന്റെ അവിടെ കുളിസിയും കണ്ടോണ്ടിരിക്കാൻ വേണ്ടിട്ട് ഒരു ചെയർ ഇട്ടിട്ടുണ്ട്. രണ്ടെണ്ണമുണ്ട്. അതെ, എനിക്ക് ഈ സ്വർണ്ണത്തിലൊന്നും പോവാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇവിടെ സൂപ്പർ സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ എടാ ഈ ബാത്റൂം എങ്ങനെ വെച്ചു? സൂപ്പർ അല്ലേ? ഇവിടെ കുളിക്കാം. ഇവിടെ കുളിക്കാം. ഷവർ പൈപ്പ് ഒക്കെ ഉണ്ട്. അതെ അതെ അതെ. ഇവിടെ എല്ലാം സ്വർണത്തിന്റെ ഒരു ഡിസൈൻ അല്ലേ? അതെ, ഇവിടെ ഈ സൈഡെല്ലാം സ്വർണ്ണത്തിന്റെ ഒരു ഡിസൈൻ. ഇതുവഴി കേറാല്ലേ? അതുവഴി കേറാം. നിനക്ക് ബാത്റൂം ഇതേ ഉള്ളൂ. അല്ല നമ്മളെ എടാ ഇത് അടച്ചിട. കുരങ്ങൻ ഇത് അടച്ചിട്ടിട്ട് കുരങ്ങൻ വരും ഗൈസ്. അടച്ചിട ഗൈസ്. ഇനി അടുത്തത് എന്റെ മൃദുലയുടെ റൂമിലോട്ടാണ് നമ്മൾ കയറുന്നത്. ഇത് നമ്മളെ റൂമാ. ഇത് എടാ നമ്മളെ റൂമാ. ആ മൃദുല ഇത് വിട്ടുകൊടുക്കല്ലേ? മൃദുല നമ്മള് സെറ്റ് അല്ലേ, പിടിച്ചില്ലേ? ഗൈസ് അപ്പൊ ഇതാണ് റൂം. ഇവിടെ ബാൽക്കണി ഉണ്ട് കേട്ടോ. തുറക്കൂ. പിന്നെ വേണ്ടതാണ് അവിടെ നല്ലൊരു ലൈറ്റും കാര്യങ്ങളുണ്ട്. ഇവിടെ നാണ്ട് കബോർഡും കാര്യങ്ങളുണ്ട്. ഇവിടെ ചെറിയൊരു സൈഡ് ടേബിൾ ഉണ്ട്. ആ സൈഡിലും ഉണ്ട് സൈഡ് ടേബിൾ. പിന്നെ ഇവിടെ നാണ്ട് ഇരിക്കാൻ വേണ്ടിയുള്ള റൗണ്ട് ടേബിളും ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇവിടെ ഒരു വലിയ മിറർ ഉണ്ട്. അപ്പോൾ എന്തായാലും ഫുള്ള് ലൈറ്റാണ് കേട്ടോ. ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി. നൈറ്റൊക്കെ ഈ കോടയൊക്കെ ഇറങ്ങുമ്പോൾ വേറെ വ്യൂ ആയിരിക്കും. ഇപ്പം നല്ല വെയിലാണ്, പക്ഷെ നോക്ക് ഗൈസ് കീടില്ല. ഗൈസ് നമുക്കിവിടെ ലോക്കർ സൗകര്യം ഉണ്ട് കേട്ടോ. നമുക്ക് ക്യാഷും പേഴ്സും കാര്യങ്ങളൊക്കെ ലോക്ക് ചെയ്ത് വെക്കാനുള്ള സൗകര്യം ഉണ്ട്. പിന്നെ ചെരുപ്പുണ്ട്, നമുക്കിവിടെ ഇട്ട് കിടക്കാനുള്ള മറ്റേ പേപ്പർ ചെരുപ്പൊക്കെ ഉണ്ട്. എന്തര വന്ന നമ്മൾ മൊത്തം മട്ടൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ട്, മട്ടൻ സൂപ്പ് പറഞ്ഞിട്ടുണ്ട്, നാടൻ കോഴി സൂപ്പ്. ഇത് 2 സൂപ്പ് 4 എടുത്തതാ. അടിപൊളി. എങ്ങനെയുണ്ട്? മട്ടനാന്ന് തോന്നില്ല ഇത്. മട്ടനാ കിടില. എല്ലാം മട്ടനാണ്. എങ്ങനെയുണ്ട്? അടിപൊളി. ടേസ്റ്റ് ഉണ്ടോ? കൊള്ളാം കേട്ടോ ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് നല്ല മട്ടൻ ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. റൈത്ത ഉണ്ട്. ഈ ഫോർക്കൊക്കെ എന്തിനാ നമുക്ക് ബിരിയാണി തന്നെ? മട്ട സൂപ്പർ കേട്ടോ. അതിൻ്റെ കുറച്ച് മട്ടണും കഴിച്ചിട്ട് തരാന്ന്. ഓ ഗായ്സ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. കോട നോക്കടി മുതലേ കറക്റ്റ് 5:30 മോനെ. നല്ല കൂടെ കേട്ടാ. എന്ത് ക്ലിയർ ആയിരുന്നു. നമുക്ക് വൈകിട്ട് ആയപ്പോൾ ആ ക്ലൈമറ്റ് മാറി നോക്ക്. ഞാനില്ല സ്വിമ്മിംഗ് പൂളിലൊന്നും കുളിക്കേ. ഇതൊരു തണുപ്പാ. നമുക്ക് പുറത്തോട്ടൊക്കെ പോയി ചായ കുടിച്ചിട്ട് വരാം. തള്ളിക്കേറ്റ് അടിപൊളി ക്ലൈമറ്റ് അല്ലേ? സ്വിച്ചിട്ട് കണക്കാൻ കോട വന്ന്. അതാ നമ്മള് ഉറങ്ങി എണീറ്റപ്പോഴത്തേനും കോട വന്നു. അയ്യോ ഒന്നും കാണാൻ വയ്യ. ഒന്നും കാണാൻ വയ്യ ഗൈസ്. ഒരു പുകമായോ വീഡിയോ ലെങ്സ് അടിച്ചു പോകുന്നു. കൊറേ നാൾ കൂടി കേട്ടോ കുറച്ച് പൊണ്ണ വിറ്റടിക്കുന്ന. നമ്മൾ എന്തിനൊക്കെ പറഞ്ഞു? നമ്മള് ചിക്കൻ നഗറ്റ്സ്, 2 കോഫി, ഫ്രഞ്ച് ഫ്രൈസ്, പഴംപൊരി. ഹോർലിക്സ് മൃദുലേക്ക് കേട്ടാ. ഉച്ചക്ക് 2 മട്ടൻ ബിരിയാണി, 3 മട്ടൻ ബിരിയാണി, മട്ടൻ സൂപ്പ്, നാടൻ കോഴി സൂപ്പ്, ഇതെല്ലാം കൂടെ വാട്ടർമെലൺ ജ്യൂസ് ഇട്ടിട്ട് കിടന്ന് ഉറങ്ങി. ഡയറ്റ് അതുപോലെ ഡയറ്റ്. എന്നിട്ട് വൈകുന്നേരം എണീറ്റിട്ട് നഗറ്റ്സ്, നമ്മളെല്ലാം ഇപ്പം ഫ്രഞ്ച് ഫ്രൈസ്, പഴംപൊരി, ചെറിയ പഴംപൊരി കേട്ടോ, കുഞ്ഞു പഴംപൊരിയാണ് ചെയ്യുള്ളൂ. പിന്നെ നമ്മുടെ നഗറ്റ്സ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നടക്കോ ഇടൈ?
അപ്പൊ നമ്മളൊരു ബലൂൺ ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ചവിട്ടി പൊട്ടിക്കൽ ചലഞ്ച്. യെസ്. അതിന് കാല് ബലൂൺ കാണിര്. വേണ്ട കാലില്. നിന്റെ ഏത് കാലിലാ? ഇടത്തെ കാലിലല്ലേ? ഇടത്തെ കാല്. എന്റെ ഇടത്തെ കാലാണ്. റെഡി 1 2 3. വീഴല്ലേ? തെന്നി കിടക്കോ. കൈ ബൈക്ക് കിട്ടും, ഇല്ലെങ്കിൽ അവിടെ അടിയാവും. കൈ രണ്ടും ബാക്കി കിട്ടും. ഡേ കൈ ഞാനാ വിൻ ചെയ്തത്. കൊച്ചുവിന്റെ പാത്രം